എൻ്റെ പേര് ഫ്രിജോ ഫ്രാൻസിസ്. ഞങ്ങളുള്ളത് തൃശ്ശൂർ അതിരൂപതയിലെ പാലയൂർ ഫൊറോനയിൽ പാവറട്ടി എന്ന ദേശത്തെ സെൻറ്റ് ജോസഫ് ചർച്ചിനോടനുബന്ധിച്ച് അതിനടുത്താണ് എൻ്റെ വീട്. എൻ്റെ അപ്പച്ചൻ്റെ പേര് ഫ്രാൻസിസ് ചീരൻ, എൻ്റെ ഭാര്യ സിൽവി, എനിക്ക് 4 മക്കൾ. മൂത്തവൻ ജോനത്ത്, രണ്ടാമത്തവൻ സാം, പിന്നാലത്തെ ആള് ക്രിസ്, അതിനുശേഷം ലിയോ. എൻ്റെ കൂടെ ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സിൽവിയുടെ അമ്മയും കൂടെയുണ്ട്. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ 4 മക്കളിൽ മൂത്തവൻ ജോനത്ത് ഫ്രാൻസിസ് ഫ്രിജോ. നല്ലൊരു മ്യൂസീഷ്യനാണ്, ഡ്രമ്മിസ്റ്റാണ്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠനവും മ്യൂസീഷ്യനും കാര്യങ്ങളും എല്ലാം അവൻ നന്നായി കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ എന്നെ അടുക്കളയിലായാലും കൊച്ചുങ്ങളെ നോക്കുന്ന കാര്യത്തിലായാലും എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അവനാണ്. എല്ലാ കാര്യങ്ങളും, കുക്കിംഗ് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ ക്യാരിങ് ആയിരുന്ന സമയത്ത്, എനിക്ക് ഈ സ്മെല്ലൊക്കെ പറ്റാത്ത സമയത്ത് അവനാണ് ചോറ് വെക്കുക, അങ്ങനെ എല്ലാം അവനാണ് ചെയ്തു തരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അത്. രണ്ടാമത്തെ മകൻ സാം സൈമൺ ഫ്രിജോ, അവനിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനും അഗെയിൻ മ്യൂസീഷ്യനാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ, പുസ്തകം വായിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ, ഒരു നല്ല പിയാനിസ്റ്റാണ്. അവൻ പറഞ്ഞ അനിയന്മാരെ നോക്കുന്നതിലാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ വീട് ക്ലീനായി വെക്കുക, ഇത് രണ്ടുമാണ് അവൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഉണ്ണികൾക്ക് ഡ്രസ്സ് മാറ്റിച്ചു കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെ എല്ലാം അവൻ ചെയ്യും. അങ്ങനെ അതും എനിക്കൊരു ഹെൽപ്പാണ്. മൂന്നാമത്തോൻ ക്രിസ് ജോ ഫ്രിജോ. ക്രിസ്മസിന് വരുന്നൊരു ബേബിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ് എന്ന് പേരിട്ട്. അവനും നല്ലൊരു സിംഗറാണ്, നല്ല സ്പീച്ച് അവന് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആണ്. അവന് ഗിറ്റാറിസ്റ്റ് ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻ എൻ്റെ വയറ്റിലായിരുന്ന സമയത്ത് ഞാൻ കുറേ പാട്ടുകൾ കേൾക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് പാടാൻ ഇഷ്ടമാണ്. അത് കാരണം ഞാൻ കുറേ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇവൻ ജനിച്ച സമയത്ത് ഇവനിങ്ങനെ മൂളിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവൻ ഓരോ പാട്ടുകളിൽ മൂളുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെ അവൻ എല്ലാ പാട്ടിൻ്റെയും ലിറിക്സ് 2-3 പ്രാവശ്യം കേട്ട് അവൻ വേഗം പഠിക്കും. അവൻ തന്നെ ഇങ്ങനെ പാടി നമ്മളതിനെ കേൾപ്പിക്കും. നമുക്കത് അത്ഭുതമായിട്ട് തോന്നും. അതിശയമായിരുന്നു. 4ാമത്തെ മകൻ ലിയോ ആൻഡോ ഫ്രിജോ. അവൻ ഇപ്പോൾ നഴ്സറിയിൽ ചേർന്നിരിക്കുന്നു. ചേട്ടന്മാരെ സംബന്ധിച്ച് അവൻ മ്യൂസിക്കിൽ ഒട്ടും മോശമല്ല, കുറുമ്പിലും ഒട്ടും മോശമല്ല, ഫണ്ണിയാണ്. അവനാണ് ഞങ്ങളുടെ വീട് ഇപ്പം നയിക്കുന്നത്. അവനാണിപ്പോൾ ഫുൾ ആക്റ്റീവ്. അവൻ ഇല്ലെങ്കിൽ കുറച്ച് ലൈവ്ലിനെസ് കുറയും. അവൻ നല്ല ആക്റ്റീവാണ്. പിന്നെ എല്ലാം മാനേജ് ചെയ്യാനൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ചാണ് വിവാഹ ക്ലാസ്സിന് പോയത്. അപ്പം അതൊരു വഴിത്തിരിവായിരുന്നു. അന്ന് ഒരു പുതിയ ബോധ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളും തീരുമാനം എടുത്തു, ഞങ്ങൾ കൂടുതൽ മക്കളെ സ്വീകരിക്കും എന്ന്. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നോ ഞങ്ങൾക്ക് മക്കളുണ്ടാവുമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അതിനുശേഷം ദൈവം ഓരോന്നായി തന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ഞങ്ങൾ ഇതുവരെ പ്രസവം നിർത്തിയിട്ടില്ല. സിൽവിയും ഞങ്ങളും അതിൽ സന്തോഷത്തോടെ എടുത്തൊരു തീരുമാനമാണത്. എല്ലാ വീടുകളും നമ്മൾ നോക്കുമ്പോൾ 1-2 കുട്ടികൾ. അപ്പോൾ എൻ്റെ വീട്ടിലായാലും എനിക്കൊരു അനിയനാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയായിരുന്നു, ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കല്യാണം ആലോചിച്ച് വന്ന സമയത്താണെങ്കിലും ഞങ്ങൾ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, അങ്ങനെ കുഞ്ഞുങ്ങൾ കൂടുതൽ സ്വീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാനും അതിനൊരു ഒരുക്കം ഉണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പ്രസവം നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവം തരുന്ന ദാനമാണ് മക്കൾ.
ദൈവം ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നെ ഒരുക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ആദ്യത്തെ മകൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു ഭവനം സ്വന്തമായിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഒരു ലീസിനുള്ളൊരു ഭവനം എന്നാണ്. പക്ഷെ ആ ഒരു സമയത്ത് സിൽവി പ്രസവത്തിന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലം കൂടെ ആണെങ്കിലും അതിൽ നിന്ന് വിപരീതമായ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അതിനടുത്ത് ഒരു നല്ലൊരു ഭവനം, ഏക്കാത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കുവാണ്. പേരൻസ് ഉടനെ അത് കാണാൻ വരുന്നു. എൻ്റെ വൈഫ് കണ്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ മകൻ ജോനത്തിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആ പുതിയ വീട്ടിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവം ആഗ്രഹിക്കുന്നത് മക്കൾ വേണമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഓരോ മകൻ ജനിക്കുമ്പോഴും ഞങ്ങൾക്ക് ദൈവം ഓരോ ഗിഫ്റ്റാണ് തന്നിരിക്കുന്നത്. വലിയ വീട്, അല്ലെങ്കിൽ വലിയ കാറ്, ജോലിയിലുള്ള മറ്റുള്ള ഉയർച്ചകൾ എല്ലാം ഇവരെ ഓരോരുത്തർ വരുമ്പോഴും ദൈവം തന്നതായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടാവുമ്പോഴും നമുക്ക് ദൈവം നമ്മളെ തന്നെ മുന്നോട്ട് ഉയർത്തിയിട്ടേ ഉള്ളൂ. നമുക്കൊരിക്കലും നമ്മുടെ മാനുഷികമായ ഇതിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓരോ മകൻ വരുന്നതും നമുക്ക് ഉയർച്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എല്ലാ ദിവസവും മുടക്കാതെ ചെല്ലും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഏകദേശം ഒരു 40 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് ചിലപ്പോൾ ലേറ്റാവും. ചില ദിവസങ്ങളിൽ എനിക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാറിൽ കയറിയ ഉടനെ പ്രാർത്ഥന തുടങ്ങും. വീഡിയോ കോളിലായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ഞങ്ങൾ ചെല്ലും. അപ്പം ചെറിയ ആളെ കൂട്ടി നിർത്താനായിട്ട് ലിയോനൊക്കെ നിർത്തണമെങ്കിൽ ഞാനും കൂടെ ഉണ്ടെങ്കിലാണ് ഒത്തിരി നല്ലത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്ക് കൂടാതെ എല്ലാ ദിവസവും പാട്ടും പ്രാർത്ഥനയും ബൈബിൾ വായനയും അതോടുകൂടി ചെല്ലും. കാറ്റഗിസം ഇവരവിടെ പഠിക്കുന്നത് സേക്രഡ് ഹാർട്ട് ചർച്ച് എന്ന് പറഞ്ഞ വൈറ്റ് ഫീൽഡാണ് ഇവർ പഠിക്കുന്നത്. അവിടെ ഇവർ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ്. മൂത്ത ആള് ഓൾട്ടർ ബോയ്സിലുണ്ട്, രണ്ടാമത്തെ ആള് കൊയറിലുണ്ട്, മൂന്നാമത്തെ ആൾക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർ ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പം അവനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോളി കമ്മ്യൂണിയൻ കഴിയാണ്ട് ഓൾട്ടർ ബോയ്സിൽ കയറാൻ പറ്റില്ല. അപ്പം അതും അവിടെ എല്ലാ സൺഡേയും മാസിനോട് ചേർന്ന് തന്നെ കാറ്റഗിസം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ ആള് ലിയോ. ഇവർ ബൈബിൾ ചൊല്ലിക്കഴിഞ്ഞ് അവനൊരു ബൈബിൾ വാദനമുണ്ട്. അവൻ ബൈബിൾ എടുത്ത് നമ്മളത് കേട്ടതിന് ശേഷം നമ്മൾ മറുപടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന വൈൻഡപ്പ് ചെയ്യുക. പിന്നെ ഞാൻ അവിടുത്തെ സേക്രഡ് ഹാർട്ട് ചർച്ചിലെ കാറ്റഗിസം 12ാം ക്ലാസ്സിൻ്റെ അധ്യാപകനാണ്. ഞാൻ 11 വർഷമായി കാറ്റഗിസം പഠിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവാണ്. ഒരു പരിധിവരെ നമ്മുടെ സമയം നമുക്ക് കുറവാണ്. പ്രാർത്ഥനയ്ക്കും ജോലിക്കും ഉള്ള സമയത്തിന് വിട്ട് ഞങ്ങളൊരു സമയം, നിശ്ചിത സമയം ഞാൻ ചെലവഴിക്കും, സിൽവിയും ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സിംഗറാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, മക്കൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ആക്റ്റീവാണ്. അതല്ലാതെ ഞങ്ങൾ കൂടുതലും മക്കൾക്ക് എല്ലാ സമയവും മൊബൈൽ കൊടുക്കുന്ന ഒരു രീതിയോ ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. സ്കൂളിലത്തെ മെസ്സേജസ് വരുമ്പോൾ അത് നോക്കാനും ഹോംവർക്ക് ചെയ്യാനും അത് മൂത്ത 2 പേരെ ചെയ്യുള്ളൂ. താഴെയുള്ളവർ അവരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എന്താ മെസ്സേജ് വന്നതെന്നുള്ളതൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. പഠിക്കാനായിട്ടുള്ള അവർക്കുള്ള ടാബ്സും അവർക്കുള്ള ലാപ്ടോപ്പുകളും ആ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമറയിൽ മോണിറ്ററിംഗ് ആണ്. അത് കഴിഞ്ഞാൽ അത് ഓഫാകും എന്ന് ഉറപ്പ് വരുത്തുന്നത് സിൽവി അല്ലെങ്കിൽ ഞാനായിരിക്കും. ഓവറായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അവർക്ക് അങ്ങനെ പേജ്, ഫേസ്ബുക്കോ അങ്ങനെ ഒന്നുമില്ല. അത് അവർ കൈകാര്യം ചെയ്യേണ്ട പ്രായമാകുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള പ്രായമായി നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവരെന്നെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം അതല്ലാണ്ട് അവർക്ക് അവരുടെ കലാപരമായ ഇത് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു.
ഇപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ഞങ്ങൾ വാർഷിക ധ്യാനം പള്ളിയിലുള്ളതിലും ഉപരി ഞങ്ങൾ താമസിച്ചിട്ടുള്ള ധ്യാനത്തിന് പോകും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു നിർബന്ധമായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. കോവിഡ് സമയത്ത് അതിന് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ നമ്മളത് ഓൺലൈനിലേക്ക് മാറി. ഇപ്പം ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അടുത്ത മാസം വാർഷിക ധ്യാനത്തിന് പങ്കെടുക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാനായിട്ടുള്ളൊരു സാഹചര്യമല്ല. പല മക്കളും പല ഏജാണ്. അപ്പം അതുകൊണ്ടും പഠനത്തിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് ഒക്കെ വന്നപ്പം ഞങ്ങൾ പരസ്പരം ഓൺലൈനിൽ എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്ലെസ്സിങ്സിന് അത് പങ്കെടുക്കും. രാവിലെ ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ യാത്രയിലോ ക്ഷീണം കൊണ്ടോ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും, മക്കളും ഞങ്ങളെല്ലാവരും അത് പങ്കെടുത്തിരിക്കും. ഞാൻ ബൈബിളൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോ നിയോഗം വെച്ചിട്ട് എഴുതും. കൊച്ചുങ്ങളുടെ പഠിപ്പിനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ഇത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ അതിനെ സമർപ്പിച്ച്, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫാമിലി റിട്രീറ്റ് ഒരു വർഷത്തിലൊരിക്കൽ കൂടാൻ എന്തായാലും ശ്രമിക്കും. അതിലൂടെ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നമ്മൾ കുറേ ലോഡും അതൊക്കെ ആയിട്ട് നമ്മൾ ലൈഫിൽ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം മറന്ന് മൊബൈലും എല്ലാം മാറ്റി വെച്ച് നമ്മൾ 3 ദിവസം നമ്മളൊന്ന്, അപ്പം നമുക്കൊന്നുകൂടെ റീചാർജ് ആവും നമ്മൾ. പിന്നെ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവും. സാധിച്ചില്ലെങ്കിൽ ഓൺലൈനിലായിരിക്കും. ഈ ഇടയ്ക്ക് റോഡ് ടു ജീസസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജീസസ് യൂത്ത് ടീനേജേഴ്സിന് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിനെ മൂത്തവൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ജോനത്തിൻ്റെ കൂടെ സാമിനും പോകണമെന്ന് അവനും ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർ രണ്ടുപേരും സന്തോഷമായിട്ട് പങ്കെടുത്ത് അതവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണ സമയത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ആലോചന വന്ന് പെണ്ണ് കാണാൻ വന്നത്. ഞാൻ 5 ദിവസത്തിന് വെക്കേഷന് വന്നപ്പോൾ ഇവിടെ വിവാഹം ഞങ്ങൾ കാണാനായിട്ട് വന്ന ദിവസം പാരൻസ് ഉണ്ടായിരുന്നു, സിൽവി ഉണ്ടായിരുന്നു, സിൽജോനും ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, കൂടുതൽ കുട്ടികൾ വേണം എന്നുള്ളത്. അപ്പം അത് നമ്മൾ പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ നമ്മളത് സംസാരിച്ചിരുന്നു പരസ്പരം. അപ്പോൾ സംസാരിച്ചു. നേരത്തെ ഞങ്ങളുടെ വേണ്ട സംശയങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്കൊരു തുറവി വന്നു. അന്ന് അദ്ദേഹം ഒരു ബ്ലൂ ഷർട്ട് ഇട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രീൻ കളർ ഒരു ഡ്രസ്സാണ് അന്ന് ഇട്ടിരുന്നത്. ആള് കുറച്ച് മെച്യൂർഡാണ്. പിന്നെ ഈ ഫിനാൻസ് പരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നെക്കാളും കുറച്ചുകൂടെ നന്നായി അറിയാം. പേഷ്യൻസ്, മക്കളെ നോക്കുക, ഞാൻ വരുന്ന സമയം വരെ ഒരു കുഴപ്പമില്ലാതെ അവരെല്ലാവരെയും സുരക്ഷിതത്വത്തിലും അവരുടെ കംഫർട്ടിലും അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് വളരെ വലിയ ഒരു സപ്പോർട്ടീവ് കാര്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കലാപരമായി എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടാണ്. കലാപരമായിട്ട് പാട്ട് പാടാനും കലാതിലകമാണ്. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെയും പഠിപ്പിക്കാനും എന്നെയും പഠിപ്പിക്കാനും ഒക്കെ വലിയ സഹകരണം മിസ്സസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഞാൻ പള്ളി കൊയറിലുണ്ട്. അപ്പം ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ ഉണ്ണിയോളനെ ആളാണെന്ന് നോക്കുക. ചെറിയ ഉണ്ണിയോളായിരുന്നപ്പോൾ ആള് കുർബാനയ്ക്ക് മൊത്തം എടുത്ത് നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് 2 കുടുംബത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് 2 തരം അഭിപ്രായങ്ങളുണ്ട്. മെയിനായിട്ട് ഞാൻ ജനിച്ചതും വളർന്നതും പുറത്താണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ സോഷ്യലൈസ്ഡ് ആയിട്ട് അങ്ങനെ ജീവിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും സമയമെടുക്കും എന്താണ് നല്ലത് എന്ന് തോന്നിയ, ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്ന് തോന്നിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയും. ഞങ്ങൾ കൂടുതൽ അന്നത്തെ ദിവസം തന്നെ അത് തീർക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് ഒരു ദിവസം മാക്സിമം, അതിലും കൂടുതൽ നമ്മൾ നീണ്ടു പോകാറില്ല. പിന്നെ അത് നമ്മൾ അങ്ങനെ വിട്ടുകളയും. നമ്മളത് ഇങ്ങനെ മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുക അങ്ങനത്തെ ഒരു മനോഭാവം നമുക്കില്ല. എന്തെങ്കിലും കുമ്പസാരിക്കേണ്ടതായിട്ടുള്ള സമയം നീണ്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എനിക്കൊരു ആനിമേറ്റർ ഉണ്ട്, എൽഡർ ഉണ്ട്. പാസ്റ്ററിങ്ങും എൽഡറിങ്ങും ഒക്കെ ഇതിന് ഞങ്ങൾ സഹായം തേടാറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ മൊത്തം ഫാമിലി ആയിട്ട് ഹോളി ലാൻഡ് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചെറിയ ചെറിയ യാത്രകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഡ്രീം ഒത്തിരി ഉണ്ട്.
പക്ഷെ ഞങ്ങളുടെ വലിയ കുടുംബമാണ്. നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. ലീവും ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ആദ്യം നമ്മൾ പോയിട്ടുള്ളത് ദുബായ് ആണ്. അതുപോലെ തന്നെ ഹോളി ലാൻഡ്, റോം ഒക്കെ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് എല്ലാവരും കൂടെ കാറിൽ നാട്ടിൽ വരിക, അതാണ് നമ്മുടെ മെയിൻ യാത്ര. നമ്മൾ നന്നായി ജീവിച്ചാലാണ്, നമ്മളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ള യുവജനങ്ങൾ ഈശോയിലേക്ക് അടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈശോ എന്നെ പടിപടിയായിട്ട് വളർത്തി. ഞാൻ വളരെയധികം ദൈവകരുണയുടെ ജപം ചൊല്ലും. എനിക്ക് കരുണയുടെ ജപമാല ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഞാൻ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ജപമാല ചെല്ലുന്നേക്കാൾ കൂടുതൽ ഞാൻ ദൈവകരുണയുടെ ജപമാലയാണ് ചെല്ലുക. അതിൽ ഞാൻ എനിക്കത് ചെല്ലുമ്പോൾ ഭയങ്കര പ്രൊട്ടക്ഷൻ കിട്ടണ പോലെയും അതിലൂടെ നമ്മളൊന്ന് വിശുദ്ധീകരിക്കപ്പെട്ട പോലെയും എനിക്ക് തോന്നാറുണ്ട്. ഇതിന് പല പല സാഹചര്യങ്ങളോട് ഞാൻ കടന്നുപോയി. പല ടീമിൻ്റെ കോർഡിനേറ്ററായിട്ടും സംസ്ഥാനത്തിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിപരമായൊരു ബന്ധം വിശുദ്ധ കുർബാനയൊന്നും പങ്കെടുക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാനും എന്നെ സഹായിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ബൈബിള് തുറന്ന് അതിലൂടെ ഒരു ഉത്തരം കണ്ടെത്താനും ഞാൻ ശ്രമിക്കാറുണ്ട്. കപ്പിൾ ടൈം തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെങ്കിലും മക്കൾക്ക് വേണ്ടി നന്നായി ജീവിക്കാൻ നമ്മളും നന്നായി ജീവിക്കണം. അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്ക് രണ്ടാളും മാത്രമാകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ സമയം കിട്ടും. നമ്മൾ കൊച്ചുങ്ങൾ കൂടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളൊരു ഡ്രൈവിന് പോകും. പിള്ളേരെ ഒന്നും കൊണ്ടുപോകാതെ ഒരു കോഫി കുടിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും പോകും. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും. ഒരുപക്ഷെ യാത്രയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ കാര്യം മാത്രം നോക്കാതെ വീട്ടിലുള്ള അവസ്ഥകളും ചോദിച്ചറിയുമ്പോൾ അതൊന്ന് കേട്ടാൽ തന്നെ കുറേ സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനും അത് നമ്മൾ കൊച്ചുങ്ങളുടെ മുന്നിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സംസാരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയം അപ്പോഴാണ്. കുടുംബം നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ മക്കളെ മാത്രമല്ല നോക്കണ്ടേ, മക്കളെ ഇതുവരെ നോക്കിയ ആളും കൂടി നമ്മൾ നോക്കാം. എന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം ഒരുമിച്ച് പുറത്തു പോകാനും അതുപോലെ തന്നെ യാത്രകൾ നടത്താനും ഒക്കെ, വിദേശ യാത്രകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിൽ പോകേണ്ട പ്ലാനിങ്ങുകൾ ഒക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതും ഒരുമിച്ചിരുന്നാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അധികാരോടും സംസാരിക്കാനുള്ള ഇത് വരുന്നില്ല. പിള്ളേർ സ്കൂളിൽ പോകുന്നു, നമ്മൾ തന്നെ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ ഇവർ വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കുറേ വിശേഷങ്ങൾ പറയാനും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഹസ്ബൻഡ് വന്ന് നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയാലും വീട്ടിലിരുന്നിട്ടുള്ള ആ പ്രഷർ കുറച്ച് കുറയും, അവരുടെ ജോലിയിലത്തെ ടെൻഷൻ ആയാലും കുറച്ച് കുറയും. എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. ഓക്കെ, അപ്പം അതിൽ പക്ഷേ വിവാഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന അത്രയൊരു ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിന് ശേഷം തീർച്ചയായിട്ടും പറ്റില്ല. പ്രയോറിറ്റീസ് ഉണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ തിരക്കാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്പസമയം ഫാമിലിയായിട്ട് ഇരുന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാതെ ഞാൻ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ വലിയ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മളത് മനസ്സിൽ വെച്ചിട്ട് പെരുമാറുമ്പോഴാണ് അത് മോശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളത് തുറന്ന് പറഞ്ഞ് അമ്മച്ചി എനിക്കിന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതപ്പോൾ വിഷമമായേക്കാം. പക്ഷെ അത് ഭാവിയിൽ നമുക്കതൊരു മുറിവായിരിക്കില്ല. നമുക്ക് പറഞ്ഞതിൻ്റെ ഒരു സമാധാനം ഉണ്ടാവും. അവരും അത് ഭാവിയിൽ അവളന്ന് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇനി അതങ്ങനെ ചെയ്യാം എന്ന് അവരും അത് ആലോചിച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് പരസ്പര കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിജയം തരുന്ന ഒരു സംഗതി. ദശാംശം നമ്മളുടെ പൈസയല്ല, അത് ദൈവത്തിൻ്റെ പൈസയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നിലൂടെ ദൈവം തന്നിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പം ആദ്യം പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സംഘടനകളായിട്ടുള്ള റിക്വസ്റ്റുകൾ വരുന്നതിലായിരുന്നു ഞങ്ങളുടെ കൂടുതൽ താല്പര്യം. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ദൈവം നമ്മളുടെ അടുത്ത് യഥാർത്ഥമായിട്ട്
വിനിയോഗിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്ക് ആ ദിവസങ്ങളിൽ ദൈവം കൊണ്ടുതരും. ഇപ്പോൾ രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും, എല്ലാവരും തന്നെ സ്കൂളിലേക്ക് ഒരുമിച്ച് വിടണം, ലഞ്ച് കൊടുത്തയക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിച്ചണിൽ വന്ന് നിന്ന് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവരുടെ പഠിത്തങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് 4 ആൺപിള്ളേരാണ്. അപ്പം ഞാൻ പറഞ്ഞ് വരുന്നേക്കാളും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പപ്പയാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് സംസാരിച്ച് ചെയ്യാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ല, നമുക്കും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ജോലിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുകയല്ല. നമ്മൾ 4 കൊച്ചുങ്ങളുടെ കാര്യം, അവരുടെ പഠിത്തം, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ അവരുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ, ട്യൂഷൻ, അങ്ങനെ പിന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും നമുക്കും ഉണ്ടാവും. അവർ മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് തരികയാണ്, നീ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, അങ്ങനെ ഒരു വാക്ക്, അവരുടെ ഒരു അപ്രീസിയേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്. ഇന്ന് യുവജനങ്ങളെ നമ്മൾ നോക്കുമ്പോൾ യുവജനങ്ങൾ ഏറ്റവും വേഗം കല്യാണം കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോഴത്തെ ഫാമിലീസ് കണ്ടുവരുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ ലേറ്റ് ആവും തോറും നമുക്ക് കൊച്ചുങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് നല്ല പ്രായമാകുമ്പോഴും കൊച്ചുങ്ങൾ അപ്പോഴും 10ൽ പഠിക്കുന്നു, അങ്ങനെയാണ്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ കൊച്ചുങ്ങളെ തന്നെ പഠിപ്പിച്ച് അവരൊരു നല്ല രീതിയിലെത്തി നമുക്ക് കാണാൻ സാധിക്കും. അതിന് പല പല കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ജീസസ് യൂത്തായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ പലരും പറയും, ഞങ്ങളുടെ ജോലി ഇത്ര സാലറി വന്നതിന് ശേഷം, വീട് പണിതിന് ശേഷം, അല്ലെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോയി സെറ്റിലാകട്ടെ, ഇതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് പറയും. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ച വ്യക്തികളല്ല. കല്യാണം കഴിഞ്ഞാലും ജോലി ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. നേരത്തെ വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. 25, 22, 27 അത് ദൈവം തരുന്നൊരു സമയം. വിവാഹത്തിന് മാനസികമായിട്ട് ഒരുങ്ങി, കുടുംബം ഒരുങ്ങി ആ പക്വതയിലെത്തിയാൽ വിവാഹം കഴിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ രണ്ടാളും നമ്മുടെ അഭിപ്രായങ്ങൾ പറയും, തുറന്ന് പറയും. എന്നിട്ട് അതിലേതാണ് നമുക്ക് ഉചിതമെന്ന് നമുക്ക് എപ്പോഴും നമ്മളത് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനമാണ്. ഒരു വീട് വാങ്ങാനായാലും നമ്മൾ എന്തെങ്കിലും അങ്ങനെ നമ്മുടെ ഫാമിലിക്ക് ഏതെങ്കിലും ഒരു അടപ്പ് ചെയ്യുമ്പോൾ നമ്മളത് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് കുർബാനയ്ക്ക് പോയി അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനങ്ങളും തെറ്റിപ്പോയിട്ടില്ല. എല്ലാവരുടെ കുടുംബത്തിൽ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ചില സമയങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ ചർച്ചകൾ വേണം, പ്രയർ വേണം, പേരൻസിൻ്റെ അടുത്ത് ചോദിക്കണം, എൽഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം. ഈ ഒരു രീതിയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്തു വരുന്നത്. ഇവര് കൊച്ചുങ്ങൾ തമ്മിൽ ഭയങ്കര കെയറിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാനായാലും അവർ റെഡിയാണ്. കാരണം അവരത് വീട്ടിൽ ചെയ്ത് അവർക്ക് ശീലമുണ്ട്. അപ്പോൾ നമ്മൾ അവരേനെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ അവരും അനിയന്മാരേനെയായാലും വേറെ കൊച്ചുങ്ങളേനെയായാലും കെയർ ചെയ്യണത് കാണുമ്പോൾ അവര് നമ്മളതിനോട് പറയും, അവന് ഉണ്ണീനെ നോക്കാനൊക്കെ അറിയാമല്ലോ, ഇവൻ എടുത്ത് നടക്കില്ല അവന്. അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ബിഗ് ഫാമിലി ആകുമ്പോഴാണ് നമുക്കത്. ഇവര് 4 പേരും തന്നെ പല സ്വഭാവക്കാരാണ് ഇവർ. അപ്പോൾ ഓരോരുത്തരെന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം അത് പുറത്ത് പോകുമ്പോഴായാലും അവരതനുസരിച്ച് ആരോടെങ്ങനെ പെരുമാറണം എല്ലാം അവർ ക്ലിയർ ആയിട്ട് ചെയ്യും. നമ്മളത് ശ്രദ്ധിച്ചത് മറ്റുള്ളവർ പറയുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. നിന്റെ കൊച്ചു വന്നോട്ടോ, അവൻ ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തു, നന്നായി നോക്കി,
ഞങ്ങൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ മാനേജ് ചെയ്യാൻ പഠിച്ച കാര്യമാണ്. അപ്പം അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിച്ച സമയത്ത് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 15ാമത്തെ വർഷമാണ് ഞങ്ങളുടെ വിവാഹത്തിന്, ഈ മെയ് 22. അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം കുറഞ്ഞു പോയെന്നല്ല, ജീവിതത്തിൻ്റെ പല പ്രാരാബ്ധങ്ങൾ. പിന്നെ ഞാനൊരു കമ്പനിയിൽ, ഒരു ജർമ്മൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 20 വർഷമായിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ, മക്കളുടെ പഠനം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോസിബിളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ മുന്നേറ്റത്തിൽ, ജീസസ് യൂത്ത് മുന്നേറ്റത്തിലും അതുപോലെ തന്നെ ഡിവൈനിൽ നിന്നൊക്കെ ഒത്തിരി പേര് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾ പറയും നമുക്കും അങ്ങനെ പോയാലോ. ഞാൻ പേഴ്സണലി 7 days മിഷൻ ആന്ധ്രയിൽ പോയിട്ടുണ്ട്. വേറെ ആൾക്കാർ പോയതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവം അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവാഹം എന്നത് ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോളാണ്. അത് നമ്മൾ ഉത്തരം കൊടുക്കണം. അതിനൊരിക്കലും നോ പറയരുത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം. ദൈവമാണ് ആ കുഞ്ഞിൻ്റെ പിതാവ് എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നാൽ, ആ ഒരു ബോധ്യം കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പനും അമ്മയ്ക്കും പിന്നെ നോ പറയേണ്ട കാര്യമില്ല. കാരണം ആ കുഞ്ഞിനെ വളർത്തുന്നതും നോക്കുന്നതും പരിപാലിക്കുന്നതും നമ്മളിവിടെ വളർത്തുപിതാവാണ്. നമ്മൾ കൊച്ചുങ്ങളുണ്ടാവുന്നതിന് ഒരിക്കലും നോ പറയരുത്. അതിന് നമ്മളായിട്ടൊരു ടൈം പരിധി നിശ്ചയിക്കരുത്. അത് നാച്ചുറലി എങ്ങനെയാണോ ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കതൊരു ബേർഡനായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ അനുഭവപ്പെടും. അത് അതിൻ്റെ ഫ്ലോയിൽ നടക്കാൻ അനുവദിക്കുക, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ദൈവം തന്നദാനമേ കയ്യിൽ വന്ന ഭാഗ്യമേ, ദൈവം തന്നദാനമേ കയ്യിൽ വന്ന ഭാഗ്യമേ, ഓരോ നാളും എൻ്റെ കുഞ്ഞിൽ നിന്റെ കണ്ണിൽ എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നിതാ, കരുണകളോർക്കുന്നിതാ, രാരി രാരി